അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തിരുന്നു. കൊറോണ കാലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പല ഉസ്താദുമാരും ഇപ്രാവശ്യവും അത് വേണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ, ആവശ്യപ്പെടാനുള്ള കാരണം നബിദിനവുമായി ബന്ധപ്പെട്ട് പലരും തിരക്കിലാണല്ലോ. അപ്പോൾ പിന്നെ പലർക്കും സൗകര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരൊന്ന് ആൻസർ കീ കിട്ടിയാൽ വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഉസ്താദുമാർക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒന്ന് രണ്ട് വീഡിയോകൾ ഈ ഹാഫ് ഇയറിനും ചെയ്തിട്ടുണ്ടായി. അതിൽ പ്ലസ് വണ്ണും 10ാം ക്ലാസ്സിലും ചിലതും ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ 10ലെ ഫിഖാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പ്ലസ് ടു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 10ലെ ഫിഖിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനും ആൻസറും ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഒന്നും കൂടെ പറയാണ്, ഉസ്താദുമാർക്കായതുകൊണ്ട് സൂചനകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം കൃത്യമായിട്ട് ഫുള്ളും അങ്ങനെ തന്നെ പറയണമെന്നില്ല. കുറച്ച് പോയിന്റുകൾ അല്ലെങ്കിൽ ഇഷാറത്ത് കൊടുത്താൽ തന്നെ അവർക്ക് വ്യക്തമായി മനസ്സിലാകും. കുട്ടിയുടെ സക്കാത്ത് നൽകണം. ക്വസ്റ്റ്യൻ നമ്പർ 1, കുട്ടിയുടെ സക്കാത്ത് നൽകണം. ആരാണ് നൽകേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പുറത്ത് കുട്ടി, രക്ഷിതാവ്, ഖാളി. ഖാളി എന്തായാലും ഇപ്പോൾ കുട്ടീൻ്റെ സക്കാത്ത് കൊടുക്കണ്ട, കുട്ടിക്കിട്ട് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ രക്ഷിതാവ് തന്നെയാണ് അല്ലേ. ആൻസർ സംശയമുള്ളവർ ചോദിക്കണം. കൃത്യമായി പേജ് നമ്പർ അടക്കം ആവശ്യമുള്ളവർക്ക് പറഞ്ഞുതരാം. 20 മിസ്ആൽ എന്നതുകൊണ്ട് എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 85 ഗ്രാം. പെട്ടെന്ന് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നു. ബാക്കി കുറച്ചും കൂടെ അങ്ങോട്ട് വലിയ ആൻസർ ആകുമ്പോൾ നമുക്ക് സൂചന നൽകാം. ഇത് ചെറുതാണല്ലോ. ആടിൻ്റെ ആദ്യ നിസാബ് എത്ര ആടുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്രയാണ്? 40, 20, 30. 40 ഹൈലുകാരിക്ക് നോമ്പ് നോൽക്കുന്നതിൻ്റെ ഹുക്മ്. ഹൈലുകാരി നോമ്പ് നോൽക്കാൻ പറ്റൂല, ഹറാമാണ്. നോമ്പിൻ്റെ ഫർളുകൾ 2. സവ്വജതുക മൗലിയത്തി എന്ന് പറയുന്നത് ആരാണ്? അതെന്താണ് പറയുന്നതിന്? ഈജാബാണോ, കബൂലാണോ, ഷാഹിദാണോ? എന്താണ് സംഭവം? സാക്ഷി പറയേണ്ട വാക്കാണോ, അല്ലെങ്കിൽ ഈജാബ് കബൂലിലുള്ള സിയായാണോ? ഏതിലുള്ള സിയായാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഈജാബിലാണ് അല്ലേ. ചോദ്യം നമ്പർ 7, ഇബ്നു സബീൽ എന്നതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, യാത്രക്കാരൻ. ആമിൽ, ക്വസ്റ്റ്യൻ നമ്പർ 8, ആമിൽ അർത്ഥം എന്താണ്? സക്കാത്തിൻ്റെ തൊഴിലാളി. സി ആണ് ഓപ്ഷൻ. റഖബ, റഖബ എന്ന് പറഞ്ഞാൽ മോചനപത്രം എഴുതപ്പെട്ട അടിമ. അൽ ഖാരിം, ഖാരിം കടക്കാരൻ, കടമുള്ളവൻ. സബീലുല്ലാഹ്, സബീലുല്ലാഹിന്റെ നേരെ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കി അല്ലേ, കൃത്യം നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റതൊന്നും നേരല്ല കൊടുത്തത്, നേരെ കൊടുത്തിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്നത്. ഉജൂബ് സക്കാത്തി സാബിത്തും ബിൽ ഖുർആനി വസുന്നത്തി. ഒരു സ്വാഅ് 4 മുദ്ദാണ്. ഇന്നമാ യജിബു സൗമു അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ വിട്ടഭാഗം മുത്തീഖിൻ ത്വാഹിരിൻ റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈരിൻ. ഉച്ചയ്ക്ക് ശേഷം കാരണമില്ലാതെ മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാരന് എന്താണ് വിധി? കറാഹത്ത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. 18ാമത്തെ ക്വസ്റ്റ്യൻ, അല്ലാഹു തആലയെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച വീട് കഅബ അല്ലെങ്കിൽ ബൈത്തുൽ ഹറാം. ഇനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നിക്കാഹിൻ്റെ റുക്കുനുകൾ എത്ര? 5. 5 ഒട്ടകത്തിൻ്റെ സക്കാത്ത് എന്ത്? 5 ഒട്ടകം ഉണ്ടെങ്കിൽ 5 ഒട്ടകത്തിന് ഒരു ഒട്ടകമാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? 5 ഒട്ടകത്തിന് ഒരു ആടിനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരു ആടാണ് 5 ഒട്ടകത്തിൻ്റെ കണക്ക്. ഓക്കെ. എന്ത് 5 ഒട്ടകത്തിന് ആട് ആക്കിയത് എന്നുള്ള വിശദീകരണമൊക്കെ വലിയ കിതാബിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം.
സക്കാത്ത് നൽകുമ്പോൾ എല്ലാ ആളുകളെയും എല്ലാ വിഭാഗങ്ങളെയും സെയിമായി സമമാക്കണം. ആര്? ആൻസർ ഇമാം. അൽ ഇമാം. ഭരണാധികാരി എഴുതിയാലും മതി. പേജ് നമ്പർ 11 ഇതിൻ്റെ ആൻസർ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്ര? മുഫ്തിറാത്ത് സൗമിൽ കാണാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4. നോമ്പുകാരന് ഖിലാഫുൽ ഔലയായ ഒരു കാര്യം എഴുതാനാണ് പറഞ്ഞത്. പേജ് നമ്പർ 25. ഇതാ കുറച്ച് കാര്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അൽ ഇക്തിഹാൽ സുർമടൽ, വൽ ഹിജാമ വൽ ഫസ്ദ്, ഇതൊക്കെയാണ് ഹറാം ഖിലാഫുൽ ഔലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. മസ്ജിദിൻ്റെ സമ്പത്തിൽ സക്കാത്ത് നിർബന്ധമില്ല, കാരണമെന്ത്? പള്ളിയുടെ സമ്പത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട നിർബന്ധമില്ല, കാരണം എന്ത്? പേജ് നമ്പർ 9 കാണാം ഇതിൻ്റെ ആൻസർ. ഇതാ ചിലതിനെ പേജ് നമ്പർ പറയണത്. ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിളാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ ഉപകാരമായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് പേജ് നമ്പർ വരുന്നത്. വിശദമായി ആൻസർ പറയുന്നില്ല. അല്ലേ? ഫലാ സക്കാത്ത ഫി മാലി ബൈത്തിൽ മാലി വഫിൽ മൗഖൂഫി അലാ നഹ്വിൽ മസാജിദി ലിഅദമി തഅയ്യുനിൽ മാലിക്. ഇതാണ് കാരണം പറഞ്ഞത്. ലിഅദമി തഅയ്യുനിൽ മാലിക്, ഉടമ വ്യക്തമാകാത്തതിനാൽ. അങ്ങനെ ജസ്റ്റ് ആശയം മാത്രമാണ് പറയുന്നത്, കൃത്യമായിട്ട് എല്ലാ സൂചനകൾ മാത്രം തരികയാണ്. ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം പെരുന്നാളിലെ ദിവസം, അല്ലേ? ചെറിയ പെരുന്നാൾ ദിവസം. ആരാണ് ഫഖീർ? പേജ് 12 വ്യക്തമാക്കുന്നു. 2ാമത്തെ ചാപ്റ്ററിൽ കാണാം ആരാണ് ഫഖീർ എന്നുള്ളതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹുവ മൻ ലൈസ ലഹു മാലുൻ വലാ കസബുൻ ലായിക്കുൻ യഖആനി മൗഖിഅൻ മിൻ കിഫായതിഹി വ കിഫായതി മമൂനിഹി. ഇതാണ് ആൻസർ കൊടുത്തത്. സക്കാത്ത് വിതരണത്തിന് 2 ഷർത്തുകളുണ്ട്. ഏതൊക്കെ? സക്കാത്ത് വിതരണത്തിനുള്ള 2 ഷർത്ത്: ഒന്ന് കൊല്ലം പൂർത്തിയാവുക, മറ്റൊന്ന് നിസാബ് എത്തുക എന്നുള്ളതാണ്. സക്കാത്ത് മറ്റൊരു നാട്ടിൽ കൊടുക്കാം എപ്പോൾ? സക്കാത്ത് മറ്റൊരു നാട്ടിൽ എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 17 തന്നെ കാണാം സക്കാത്ത് മറ്റൊരു നാട്ടിൽ കൊടുക്കുക എന്നുള്ളത്. വലൗ ഉദിമ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ വലൗ ഫുഖിദൽ കുല്ലു ബിബലദിൻ ഔ ഫളല അൻഹും ഷൈഉൻ നുഖില ഇലാ ഖറബിൽ വിലാദ്. ഒരു നാട്ടിൽ സക്കാത്തിൻ്റെ അവകാശികൾ ആരുമില്ല, അല്ലെങ്കിൽ സക്കാത്ത് ഓർക്ക് ആവശ്യമില്ലെങ്കിൽ തൊട്ടടുത്ത നാടുകളിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്, അല്ലേ? ഓക്കെ. ഇനി പിന്നെ പറയുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ. നോമ്പിൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? നോമ്പിന് 2 ഫർളല്ലേ ഉള്ളത്. 1 നിയത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഷോർട്ടായിട്ട് പറയണേ. 30ാമത്തെ ക്വസ്റ്റ്യൻ. നോമ്പുകാരൻ നോമ്പെടുക്കാൻ അശക്തമായവൻ ആര്? ആജിസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് ആരെക്കുറിച്ചാണ് എന്നാണ്. ആജിസിൻ്റെ നിർവചനം എഴുതിയാൽ മതി. പേജ് 19 കൃത്യമായി പറയുന്നുണ്ട്. വൽ ആജിസു മൻ തൽഹഖഹു ബിസ്സൗമി മശഖത്തുൻ ശദീദ ലിക്കിബരിൻ ഔ മർലിൻ ലാ യുർജാ ബുർഉ. ഇതാണ് ഇതിന് ആൻസർ. നോമ്പ് നോൽക്കാൻ കഴിയൂല, നോമ്പ് നോറ്റാൽ വലിയ പ്രയാസവും, അഥവാ രോഗം കാരണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രായാധിക്യക്കാരണോ നോമ്പ് നോൽക്കുന്ന പ്രയാസം, രോഗമാണെങ്കിൽ മാറുന്ന പ്രതീക്ഷയില്ല, അങ്ങനത്തെ ആള് നോമ്പ് നോൽക്കാൻ കഴിയാത്തവരാണ്, അശക്തനാണ്. 31 ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ ഖളാഉം മുദ്ദും നിർബന്ധമാകുന്നത് എപ്പോൾ? പേജ് 26 പോയാൽ അത് വ്യക്തമായ ആൻസർ ഉണ്ട്. വഇദാ അഫ്തറത്തിൽ ഹാമിലു അവിൽ മുർലിഉ ഖൗഫൻ അലാ വലദിഹ ഫഖത്ത് വജബ മഅൽ ഖളാഇ മുദ്ദും ലികുല്ലി യൗമിൻ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്. ഔ അലാ നഫ്സിഹ ഔ കിലൈഹിമ ഫലാ യജിബു ഇല്ലൽ ഖളാ
വയജിബു മഅൽ ഖളാഇ വൽ ഇംസാക് ബഖിയത്ത് നഹാരി അലാ മൻ നഫ്തറ ഫി റമളാന ബിഗൈരി ഉദ്രിൻ ഔ ബിഗലത്തിൻ. ഇത് ഭാഗം വായിച്ചു നോക്കിയാൽ കിട്ടും. ഇനി ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ പേജ് നമ്പർ 30 കാണാം. ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ അസ്റാറുൽ ഹജ്ജ് എന്നുള്ളൊരു ഹെഡിങ് തന്നെ കാണാം. അൽ ഹജ്ജു ഇബാദത്തുൻ അളീമ വൽ ഹുജ്ജാജ് വഫ്ദുല്ലാഹി തആല വളുയൂഫുഹു യഅതൂന ഇലാ ബൈത്തിഹിൽ അതീഖ് മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇങ്ങനെ പോയിട്ട് ഹജ്ജിൻ്റെ അസ്റാറുൽ ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. അൽ കഫാറത്തു മഅൽ ഖളാഇ ഫി സൗം, അത് പേജ് 27 നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഹെഡിങ് ഉള്ളത്. അൽ കഫാറത്തു മഅൽ ഖളാ യജിബുൽ മഅൽ ഖളാഇ ഫൗറൻ കഫാറത്തു അലാമൻ അഫ്സദ ആലിമൻ ആമിദൻ മുഖ്താറൻ സൗമുഹു ഫി റമളാന ബിജിമാഇൻ. നോമ്പ് മുറിക്കൽ നിഷിദ്ധമാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ജിമാ കൊണ്ട് ഒരാൾ റമദാനിൽ നോമ്പ് ഒഴിവാക്കിയാൽ അവൻ അതിൻ്റെ പേരിൽ കുറ്റക്കാരനാകുന്നു മാത്രമല്ല, അത് അവൻ ഖളാ വീട്ടുകയും വേണം. പിന്നെന്തും വേണം, അവർക്ക് കഫാറത്ത് കൊടുക്കുകയും വേണം എന്ന് പറയുന്നുണ്ട്. അത് തന്നെ വിശദീകരിച്ചെഴുതണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. പിന്നെ ഒന്നുകൂടെ പറയുന്നു, ബി ഷർത്തി കൗനിൽ ഇഫ്സാദി ബിൽ ജിമാഇ വഹ്ദ. നോമ്പ് മുറിച്ചത് ജിമാ കൊണ്ടാകണം, അല്ലെങ്കിൽ നേരത്തെ വെള്ളം കുടിച്ച് പിന്നെ ജിമാ ചെയ്തത് കൊണ്ട് കഫാറത്ത് ഒഴിവാകും. ഓക്കെ, ഇതാണ് ഫിഖിലെ ചർച്ച. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ വീഡിയോകളൊക്കെ തീരെ മറുപടിയായിട്ട് പറഞ്ഞിട്ടില്ല, സൂചനകൾ മാത്രമാണ്. ഇതാണ് മറുപടി കുറച്ചെങ്കിലും പറഞ്ഞത്. സമയം കൂടിയെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.